അപ്പോൾ ഗോവയിലെ 2ാം ദിവസം സ്റ്റാർട്ടായിട്ടുള്ളത്. സമയം 7:45 7:50 നമ്മൾ ഇന്ന് മുഴുവനായിട്ടും കടലിലാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കടലിൽ സ്കൂബ ഡൈവിങ് അതുപോലുള്ള എന്തെല്ലാം ആണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് മൊത്തം കടലിലായിരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഫോൺ എടുക്കാനാവുമെന്ന് അറിയില്ല, വീഡിയോയിൽ എങ്ങനെ വൃത്തിക്ക് എടുക്കാനാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ 8 മണിക്ക് നമുക്ക് ഇന്ന് ചായ ഇല്ല. 8 മണിക്ക് ബസ്സുകാരൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അങ്ങ് അപ്പുറം പോകണം. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ ചായ നമുക്ക് ഇന്നും നമ്മൾ ലേറ്റ് ആയിട്ടില്ല, ചായ ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഉള്ളത്. 8 മണിക്കാലാണെങ്കിൽ എത്ര മണിക്ക് നമുക്ക് ചെയ്യാൻ കഴിയാ? ഏറെ അപ്പോൾ 8 മണിക്ക് പോയിട്ട് നമ്മളൊരു അവർ വേഗം ഉച്ചയാകുമ്പോഴത്തേക്ക് വെയിലാകുമ്പോഴത്തേക്ക് തീർക്കേണ്ടവരായിരിക്കും. നമ്മളെ സ്കൂട്ടിയെല്ലാം നമ്മളിവിടെ വെച്ചിട്ടല്ല, നമ്മൾ ബസ് നടന്നിട്ട് പോയിന്ന്. ബസ്സിലേക്ക് പോകണം. അവരങ്ങനെ നടന്നിട്ടുണ്ട്. ബസ് എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ല. നമ്മളിതാ ഇപ്പുറം ഇവിടെ നിന്നിട്ടുണ്ട്, ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. ഈ ബസ്സാണ്, ഈ വണ്ടിയാണ് നമുക്ക് അടുത്തേക്ക് കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. 5 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. പക്ഷേ എങ്കിൽ എവിടെയാ ഇവിടെ വന്ന് നിൽക്കാനാണ് പറഞ്ഞത് നമ്മളോട്, ഈ ചർച്ചിൻ്റെ എടുക്കാം. അപ്പോൾ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ട് അവർ തിരക്കാക്കിയിട്ട് ചായ എല്ലാം പോകുന്ന വഴിക്ക് കുടിക്കാൻ പറഞ്ഞു. ചായ ഒരു പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ പറഞ്ഞാൽ ഒരു ചായക്ക് 100 റുപ്യാണ്. നമുക്ക് ആ പാക്കേജിൽ നമുക്ക് ഇന്ന് ഉള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ്. വണ്ടി വണ്ടി ട്രാവലർ. വേണ്ടി ഇറക്കിയിട്ട് പറയുന്നത് ഇവിടെ ഇതിനപ്പുറം തന്നെയാണ്. നമ്മൾ വെച്ച് വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ടാന്ന് വെച്ചിട്ട് കോഴിക്കോട് നിന്നുള്ള ടീമേയും കൂടി കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ടീമാണ് ഇവര്. ബോട്ടിൽ നിന്ന് കടലിലേക്ക് കൊണ്ടുപോകും. നാടെ നിന്നെല്ലാം മുക്കും കടലിൽ, ഇനി തിരിച്ചിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ജാക്കറ്റെല്ലാം ഇട്ട് തന്നെ ഇടണേ. മുട്ടിന് എത്ര പേരൊന്നും ആയിക്കൂല വെള്ളം. നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നേ ചേട്ടാ. ഇവരെല്ലാം പാരഗണിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ? പാരഗണിൽ വർക്ക് ചെയ്യുന്നത് ഇവരെല്ലാം ഹോട്ടലിൽ. നമുക്ക് പാരഗണിൽ ഇനി എപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഷാഫ് ഇതായിട്ട് നമ്മളെ ബക്കളം വയൽ പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കാണുമ്പോൾ. അങ്ങനെ എടാ ഇതില്ലേ ജിഷ്ണു, നമ്മൾ ഇന്നലെ കണ്ടത് ഫിഷ് പിടിക്കാൻ വേണ്ടി പോകുന്ന വീട്ടല്ല. അപ്പുറത്തേക്കിടാ. ഇത് ഇങ്ങനെ കടലിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ബോട്ടാട്ടാ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടല്ല. നമ്മൾ ഇന്നലെ അപ്പുറത്തോട്ട് പോയവരൊക്കെ കണ്ടിരുന്നത്. തുരുത്തിന് കടലിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി. ചാർതന്നെ മുങ്ങു. അപ്പോ നമ്മളിതാ എടാ അപ്പുറത്തെ ബോട്ടില. ഇത് കൊറേ ടാസ്ക് ആണല്ലോ. അത് തയക്കൂടെ വല്ലവനെ. അമ്മേ മഹാമായ. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ടിലേക്ക് പോയത്. സ്കൂബ ഡൈവേഴ്സിന്റെ എന്തെല്ലോ സാധനങ്ങളും ജാക്കറ്റൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കാണുന്നില്ല കണ്ണടയിൽ. കാണുന്നില്ല. കണ്ണടിട്ടോ അല്ലേ ലൈറ്റ് അടിക്കുന്നില്ലേ. അപ്പൊ നമ്മളെ റൈഡ് തുടങ്ങാൻ വേണ്ടി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാക്കറ്റെല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നോക്കാം. ചലോ ചലേ കടലിലേക്ക് പോയി നമ്മള്. ഫുള്ള് ബോട്ടാട്ടാ. ഇങ്ങനെ പോണ്ട ബോട്ട് തന്നെയാണ് തേച്ചു. 2 സൈഡിലും ഉണ്ട്. കണ്ട ചെറിയ മോനെ കടലേ 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 പറ്റത് ശരിക്കും കടൽ തന്നെ കേട്ടാ. കടലല്ല കടൽക്കാക്ക. കടൽക്കാക്ക മുത്തങ്ങളിൽ കടൽ കുളിർത്ത കടലാടേ കുലുങ്ങുന്നുണ്ട്
നല്ലോണം കുലുക്കുന്നുണ്ട്. ചെറുമീണ്ട് ഇങ്ങനെയില്ല. സാടാ അജയലം വേഷമില്ലേ? പപ്സും ഫാൻറ്റിയാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. എന്താ ഞാൻ ഒരു റൈഡിനും ഇപ്പഴേ ഞാൻ ഒരു റൈഡിനുമില്ല പേടിയാ പോയാലോ. എന്റെ എന്നും വന്നില്ല എന്നോടൊന്നും ചൊല്ലില്ല. എല്ലോ പരിപാടികളുണ്ട് കേട്ടോ. അതൊന്നും കപ്പലാം തുറമുഖം നടുക്കടലിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഐലൻഡ് കാണികളുണ്ട്. നമ്മൾ ഒരു ഐലൻഡിലേക്കാണ് സൈഡ് കാര്യമാണ് കേട്ടോ. നമ്മള് പാടി ഹിന്ദിക്കാരെയും പാട്ട് പഠിപ്പിക്കാനൊക്കെ. കടലിന്റെ അതേതാ ബീച്ചെന്ന് അറിയില്ല ആ സ്ഥലം. നമ്മള് കുറേ ദൂരം വന്നു. ഇപ്പൊ വണ്ടി ഓഫ്. എല്ലാം ലേഡീസ് എല്ലാം സൈഡായി. ലേഡീസ് മാത്രല്ല ചെയ്യലുണ്ട്. പറക്കല കൂട്ടുന്ന ഇങ്ങനെ ഒരാള് ഓക്സിജൻ സിലിണ്ടറിലും വെച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇവര് ഇറങ്ങാൻ വേണ്ടി റെഡിയായി. ഓക്കെ ഒരാളെ പരിപാടി തുടങ്ങിയട്ടാ. നമ്മളത് ലില്ലി എനിക്ക് എത്ര നമ്പർ കിട്ടിയ? ഞാൻ 38, 39 അങ്ങനെ ഓരോരാളാണ്. അപ്പോൾ ഒരാളെ എങ്ങനെ വിളിച്ചിട്ട് ചെയ്യലാണ്. നമ്മളിറങ്ങുന്ന എടാ അജയ് കിട്ടിയില്ലേ? 41. എൻ്റെ വീഡിയോ എടുക്കാം. अजय की नहीं अजय स्कूबा डाइविंग നമ്മളെല്ലാരും സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര തന്നെ ഒരു വൈബ് അല്ലേ? അതെ നമുക്ക് ഈ ഗോപ്രോയിൽ ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടാവും. കിട്ടുമെന്നറിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻക്ലൂഡ് ചെയ്യാം. എന്നാലും സാറല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത പാരാഗ്ലൈഡിങ് അതിന് വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് കേട്ടോ. കുറച്ചാളെ കൊണ്ടുപോയി. അതിന്റെ കുറച്ച് മലയാളീസ് ഉണ്ട് അല്ലേ? അപ്പോ പാരാഗ്ലൈഡിങ്ങിന്റെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ആ ബോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയിട്ട് നേരെ നമ്മളെ ഇപ്പുറത്തെ വണ്ടിയിലേക്ക് കയറി. എല്ലാരും ഒപ്പരം വിടുവാ ഇല്ല കൃഷ്ണ ഞാൻ അപ്പുറത്തായിരുന്നു. ഞാൻ നിനക്ക് മരണപ്പേടിയത് ഈ ഹൈറ്റ് ചെയ്ത് വെച്ചാൽ മരണപ്പേടിയത്. അയ്യോ സെറ്റാകുന്നു കേട്ടോ കയറെല്ലാം. കൃഷ്ണവും സഞ്ജു കൂടി കയറുന്നുണ്ടേ. അത്ര ആയിട്ടല്ലോ.
വെള്ളത്തിലും പെട്ടതാ. ആ ഇതൊക്കെ നേരത്തെ വേഗമായി പോയി. നമ്മുടെ വെള്ളത്തിലായേ. ചപ്പാത്തി, ദാലുകറി, റൈസ്, ചിക്കൻ, പിക്കിൾ സാധനം കൊള്ളാല്ലേ? എവറേജാ? ആ കണ്ട മീൻ വരുന്നുണ്ട്. വലിയ വലിയ ഷാർക്കെല്ലാം വരുന്നുണ്ട്. വലിയ ഷാർക്കല്ല, അതേപോലത്തെ ബൈ ജാസ്തി ജാസ്തി ഇട്. വലിയ മീൻ വരും കടാ, വലിയ വരുന്നേടാ. അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അടുത്ത ബനാന റൈഡും സ്പീഡ് ജെറ്റും ബനാന റൈഡും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കരയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മളിതാ കരയ്ക്ക് എനിക്ക് ഇവിടുന്ന് കാണുന്നതാണ്. അല്ല നമ്മളത് ഉണ്ടാകുന്ന എടുക്കാനാവും അറിയില്ല. നോക്കാം ഈ സാധനം മറ്റേ ഇതിലും കണ്ട ആ വണ്ടി കടലിൽ പോന്നെ പോയിട്ട് വന്നു. ഉപ്പ് വെള്ളം ഭയങ്കര ഉപ്പാണ്. കണ്ണിലും വായിലാവൂലേ? കണ്ണിലാകുമ്പോ പോത്തെടുക്കുന്നു. അടിപൊളിയാണ് സാധനം. കുറച്ചേ പോകുന്നുള്ളൂ. നമുക്ക് തന്നെ എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഭയങ്കര ഉപ്പ് കണ്ണ്. എല്ലാ റൈഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാം വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു. മാക്സിമം എല്ലാം മിനിറ്റ് ഇടാം. അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ടീമിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിനകത്ത്. നമ്മളിനി തിരിച്ചിട്ട് ഇനി ഒരു മണിക്കൂർ ഓട്ടോ ഇല്ലേ അങ്ങേക്ക്? നമ്മളിങ്ങോട്ട് 1 മണിക്കൂർ എടുത്തില്ല അല്ലേ? അപ്പോൾ ഇനി നമ്മൾ തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോക്കാവുന്നതാണ്. ഈ റൈഡും പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാവരും നനഞ്ഞ് കുളിച്ച് വയലിങ്ങനെ ഇതാക്കലാണ്. നമ്മൾ ഇവിടുന്ന് വിടുവെന്ന്